Hi students, last day we have ended our module number 1 and now we are moving on to the module number 2. Up to now I have given some assignments. I want it done soon. ആരെങ്കിലും അത് ചെയ്യാതെ വിട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്തേക്കണം. ഓക്കെ, സോ ഈ മോഡ്യൂൾ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്തി ആണ്, കുറച്ച് ടൈം എടുത്ത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പോർഷൻ നല്ല ഇമ്പോർട്ടൻറ്റ്, മാർക്കറ്റിങ്ങിൻ്റെ ഒരു മെയിൻ പോർഷനാണ് നമ്മളിപ്പോൾ കവർ ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് മിക്സ്. Okay, first നമുക്ക് മൊഡ്യൂൾ എന്താണെന്ന് നോക്കാം. These are the module topics. Just go through the subjects which we want to study in the coming module. Okay, നമ്മളിവിടെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ. സോ ഇറ്റ് വിൽ ബി ദ പ്രൊഡക്റ്റ് മിക്സ്, ദെൻ ഇറ്റ്സ് ക്ലാസിഫിക്കേഷൻ, ദെൻ വാട്ട് ഈസ് ദ പ്രൊഡക്റ്റ് ലൈൻ, പ്രൊഡക്റ്റ് മിക്സ്, ദ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇറ്റ്സ് സ്റ്റെപ്സ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മളിവിടെ കവർ ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ മൂവ് ഇൻ ടു വാട്ട് ഈസ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോസ്റ്റ് ടാഞ്ചിബിൾ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കമ്പണൻറ്റ് ഓഫ് മാർക്കറ്റിംഗ്. എനി മാർക്കറ്റിംഗ് പ്രോഗ്രാമിൻ്റെയും ഒരു ടാഞ്ചിബിൾ എന്ന് വെച്ചാൽ നമുക്ക് തൊട്ടറിയാൻ പറ്റുന്ന ഒരു കമ്പോണൻറ്റ്, അതേപോലെ ദ വെരി ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റ് ഈസ് ബോത്ത് വാട്ട് എ സെല്ലർ ഹാസ് ടു സെൽ ആൻഡ് വാട്ട് എ ബയർ ഹാസ് ടു ബൈ. ഒരാൾക്ക് എന്താണ് വിൽക്കേണ്ടത്, ഒരാൾക്ക് എന്താണ് വാങ്ങേണ്ടത്, ഇതിനെയാണ് നമ്മൾ നോർമലി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതൊരു സിമ്പിൾ ഡെഫിനേഷനാണ്. ബട്ട് ഫിലിപ്പ് കോട്ട്ലർ എന്ന ആൾ നമ്മൾ പ്രൊഡക്റ്റിന് നേരത്തെ മാർക്കറ്റിങ്ങിന് ഡെഫിനിഷൻ ഫിലിപ്പ് കോട്ട്ലർ തന്നിട്ടുണ്ട്. ഹി ഈസ് ദ ഫാദർ ഓഫ് marketing. He has also given the definition for the product as a product is anything that can be offered to the market for attention, acquisition, use or consumption that might satisfy a want or need. It includes physical objects, services, personalities, places, organization and idea. It is very important. ഈ ഡെഫിനിഷൻ എല്ലാവരും പഠിക്കണം. എന്താണ് അയാൾ പറഞ്ഞിരിക്കുന്നത്? ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ഓഫർ ടു എ മാർക്കറ്റ് ഫോർ അറ്റൻഷൻ. ഒരു അറ്റൻഷന്, ഒരു അക്വസിഷന്, അല്ലെങ്കിൽ ഒരു കൺസെപ്ഷന്, അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു സംതിങ്, എന്ത് കാര്യത്തിനെയും നമുക്ക് പ്രൊഡക്റ്റ് എന്ന് പറയാമെന്നാണ് ഫിലിപ്പ് കോട്ട്ലർ ഡെഫിനിഷൻ തന്നിരിക്കുന്നത്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. ദ കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന് പല പല കൺസെപ്റ്റ്സ് ഉണ്ട്, അതാണ് ഇനി നമ്മൾ പഠിക്കേണ്ടത്. ദ ഫസ്റ്റ് വൺ ഇസ് കോർ പ്രൊഡക്റ്റ്. ഈ മൂന്ന് കൺസെപ്റ്റ്സാണ് നമ്മൾ പ്രൊഡക്റ്റിന് പറയുന്നത്. ഇത് മൂന്നും തന്നിരിക്കുന്നത് ഫിലിപ്പ് കോട്ട്ലർ തന്നെയാണ്. അതിൽ കോർ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോസ്റ്റ് ഫണ്ടമെൻ്റൽ ലെവൽ ഓഫ് ദ പ്രൊഡക്റ്റ്. ഏറ്റവും ഫണ്ടമെൻ്റൽ ലെവൽ ഓഫ് ദ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ കോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. Core product implies the benefit that the buyer expect to buy and not concerned with the product features. എന്താണ് പുള്ളി ഒരു കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണ്? അതാണ് കോർ പ്രൊഡക്റ്റിൽ വരുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സും ഒന്നും പെടുന്നില്ല. ബിക്കോസ് ഇപ്പോൾ നമ്മളൊരു കാറ് വാങ്ങുന്നു എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ട്? നമുക്ക് ട്രാവലിങ്ങിന് വേണ്ടി. അല്ലാതെ കാറിൽ ഇത്ര ഫീച്ചേഴ്സ് ഒന്നും നമ്മളപ്പോൾ നോക്കുന്നില്ല. ഓടിക്കാൻ പറ്റുമോ, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ, ഇറ്റ് ഈസ് ഓൺലി കൺസിഡേർഡ്. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ കോർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടാഞ്ചിബിൾ പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് എ ഫിസിക്കൽ എൻറ്റിറ്റി ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് അതിൻ്റേതായ ഒരു ക്വാളിറ്റി ലെവൽ, ഫീച്ചർ, സ്റ്റൈൽ, ബ്രാൻഡ് നെയിം, പാക്കിംഗ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്ന് പറയാം. ഇപ്പോൾ കാർ തന്നെയാണെങ്കിൽ കാറിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ഇല്ലേ, അതിനൊരു ബോണറ്റ് ഉണ്ട്, അതിന് വിൻഡോസ് ഉണ്ട്, വിൻഡോ പെയിൻസ് ഉണ്ട്, ഡോറുണ്ട്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഉണ്ട്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അതേപോലെ ഗിയർ ഉണ്ട്, ബ്രേക്ക് ഉണ്ട്. ദീസ് ഓൾ ആർ ദി ഫിസിക്കൽ ഫീച്ചേഴ്സ് ഓഫ് എ കാർ. That is called the tangible product. And the third one, augmented product. The additional service or benefit offered along with the company name, brand image, etc. make up the augmented product. എന്ന് പറഞ്ഞാൽ ഇപ്പം ജസ്റ്റ് ഒരു ടി വി വാങ്ങുമ്പോൾ ടി വിയുടെ കോർ പ്രൊഡക്റ്റായിട്ട് എന്താ? എന്തെങ്കിലും ഫിലിം കാണാൻ, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് കാണാൻ. എന്നാൽ ഇതിന് കൂടുതൽ കിട്ടുന്ന ഒരു ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്താ? ഇതിനൊരു സ്ക്രീനുണ്ട്, ടി വിക്ക് ഒരു റിമോട്ടുണ്ട്, അതെല്ലാം ടാഞ്ചിബിൾ പ്രൊഡക്റ്റാണ്. ആൻഡ് ടി വി തന്നെ എടുക്കുമ്പോൾ അതിൻ്റെ ഓഗ്മെൻറ്റഡ് പ്രൊഡക്റ്റായിട്ട് എന്താ കിട്ടുക? അതിന് ഫ്രീ ഇൻസ്റ്റലേഷൻ ചെയ്ത് തരും, അതുപോലെ അതിന് ഗ്യാരണ്ടി ഉണ്ട്, സർവീസ് ഉണ്ട്, മെയിൻ്റനൻസ് ഉണ്ട്. ദീസ് ആർ ദ 3 ലെവൽസ്. നമുക്ക് ടി വി വെച്ച് തന്നെ 3 ലെവലിൽ ഞാനിപ്പോൾ പറഞ്ഞു. ദീസ് ആർ ദി എക്സാമ്പിൾസ് ടു. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഇൻ ടു ദ ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കണം ഉണ്ടാവുന്നത്? ടാഞ്ചിബിലിറ്റി ഒരു മെയിൻ ഫീച്ചറാണ്. തൊട്ടറിയാൻ പറ്റുന്നതാണോ,
That is, an item to be called a product should be a tangible. It should be capable of being touched, seen, smelt or felt. ഒരു ടി വി നമുക്ക് തൊട്ടറിയാൻ പറ്റുന്നുണ്ട്, കാറ്, സോപ്പ് ഒക്കെ. ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, ചില സർവീസസ് ഉണ്ട്, ഇപ്പോൾ ബാങ്കിങ്, ട്രാൻസ്പോർട്ടേഷൻ, സ്റ്റോറേജ്, ഇതൊന്നും നമുക്ക് തൊട്ടറിയാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതിനെ നമ്മൾ ഇൻടാഞ്ചിബിൾ പ്രൊഡക്റ്റായിട്ട് പറയും. ഇൻടാഞ്ചിബിൾ ആട്രിബ്യൂട്ടിൻ്റെ അതും ഒരു ഫീച്ചറാണ് പ്രൊഡക്റ്റിൻ്റെ. നെക്സ്റ്റ് അസോസിയേറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ ബ്രാൻഡ്, പാക്കേജ്, ലേബൽ, വാറണ്ടി, ഇതിനെയൊന്നും നമുക്ക് സർവീസായിട്ടേ പറയാൻ പറ്റൂ, അല്ലാതെ നമുക്കിതിനെ ടാഞ്ചിബിളായിട്ടോ ഇൻടാഞ്ചിബിളായിട്ടോ പറയാൻ പറ്റില്ല. അതിൻ്റെ അസോസിയേറ്റഡായിട്ട് വരുന്നതാണ്. ബ്രാൻഡും ഇപ്പം ഓഗ്മെൻറ്റഡ് പോലെ വരുന്നതല്ലേ. സോ ദേ ആർ അസോസിയേറ്റഡ് ആട്രിബ്യൂട്ട്സ്. ആൻഡ് നെക്സ്റ്റ് എക്സ്ചേഞ്ച് വാല്യൂ. ദാറ്റ് ഈസ് പ്രൊഡക്ട്സ് ആർ മെൻറ്റ് ടു സാറ്റിസ്ഫൈ കസ്റ്റമർ നീഡ്സ്, സോ ദേ മസ്റ്റ് ഹാവ് എക്സ്ചേഞ്ച് വാല്യൂ. എന്തോ കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റിനെ വാങ്ങുന്നത്. ദാറ്റ് ഈസ് ദ അനദർ ഫീച്ചർ, ദാറ്റ് ഈസ് എക്സ്ചേഞ്ച് വാല്യൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ. ഒരു പ്രൊഡക്റ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്തായിരിക്കും? കൺസ്യൂമറിൻ്റെ വാണ്ട്സ് ആൻഡ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യുക. ദീസ് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ പ്രൊഡക്റ്റ്. ദാറ്റ് ഈസ് ടാഞ്ചിബിലിറ്റി, intangible attributes, associated attributes, exchange value and consumer satisfaction. So we have discussed what is a product, then what are the levels in which we have seen core, then intangible and augmented. Now the features. ഇനി നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് നമുക്ക് പ്രൊഡക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. പല ബേസിസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നമ്മളുടെ ബേസിസ് ആണ് ടാഞ്ചിബിലിറ്റി, തൊട്ടറിയാൻ പറ്റുമോ ഇല്ലയോ എന്ന് ബേസ് ചെയ്തിട്ട്. സോ ദർ വിൽ ബി 2 പ്രൊഡക്റ്റ്. എന്തൊക്കെയായിരിക്കും? ടാഞ്ചിബിൾ പ്രൊഡക്റ്റും നോൺ ടാഞ്ചിബിൾ പ്രൊഡക്റ്റ്. ടാഞ്ചിബിൾ പ്രൊഡക്ട്സ് ആർ ദോസ് വിച്ച് ക്യാൻ ബി ഫെൽറ്റ് വിത്ത് ഹാൻഡ്, അല്ലെങ്കിൽ സ്മെൽ ചെയ്തറിയാം, അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന കാര്യങ്ങളെ ആയിരിക്കും നമ്മൾ ടാഞ്ചിബിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് തന്നെ 2 രീതിയിലുണ്ട്, ഡ്യൂറബിൾ ഗുഡ്സും നോൺ ഡ്യൂറബിൾ ഗുഡ്സും. ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്നാ, അതിൻ്റെ സർവീസസ് കുറച്ച് കൂടുതലുണ്ടാവും. ദാറ്റ് സെർവ് മെനി യൂസസ്. ഗുഡ്സ് ദാറ്റ് സെർവ് മെനി യൂസസ് ആർ കോൾഡ് ഡ്യൂറബിൾ ഗുഡ്സ്. ബട്ട് നോൺ ഡ്യൂറബിൾ ഗുഡ്സിന് യൂസസ് വളരെ കുറവായിരിക്കും, 1-2 യൂസേ ഉണ്ടാവുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഡ്യൂറബിൾ ഗുഡ്സിന് നമുക്ക് എക്സാമ്പിളായിട്ട് ഫേർണിച്ചർ പറയാം, ടി വി പറയാം, ക്ലോത്തിങ്സ് പറയാം. നോൺ ഡ്യൂറബിളായിട്ട് പറയുന്നത് നമ്മുടെ നോർമലി FMCG ഗുഡ്സ് ഇല്ലേ, ഫാസ്റ്റ് മൂവിങ് ഗുഡ്സ് ഒക്കെ ഇല്ലേ, സോപ്പ്, ഉപ്പ്, അതേപോലെ ടൂത്ത് പേസ്റ്റ്, ഇതിനൊന്നും ഡ്യൂറബിലിറ്റിയും കുറവായിരിക്കും. ദേ ഹാവ് മിനിമം യൂസ് ആൻഡ് ലെസ് ഡ്യൂറബിലിറ്റി. ആൻഡ് ഡ്യൂറബിൾ ഗുഡ്സ് ഹാവ് മാക്സിമം ഡ്യൂറേഷൻ ആൻഡ് ഓൾസോ മെനി യൂസസ്. ദീസ് ആർ ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ടാഞ്ചിബിൾ ഗുഡ്സ്. ഇതേപോലെ തന്നെ ഉള്ളതാണ് ഇൻടാഞ്ചിബിൾ ഗുഡ്സ്. ടാഞ്ചിബിലിറ്റി ബേസിൽ ക്ലാസിഫൈ ചെയ്ത സെക്കൻഡ് വൺ, ദാറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ ഗുഡ്സ്. They are those benefits or satisfaction that are offered for sale and satisfying human needs but can't be touched or felt. നമുക്ക് കണ്ടറിയാനോ തൊട്ടറിയാനോ ഒന്നും അറിയാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ്. ബട്ട് ദേ ആർ ഓൾസോ ഫോർ സാറ്റിസ്ഫൈയിങ് ഹ്യൂമൻ നീഡ്സ്. അതെന്തൊക്കെയായിരിക്കും? ഹെയർ കട്ട്, റിപ്പയർ, മെഡിസിൻ, ട്രീറ്റ്മെൻറ്റ്. അതൊന്നും നമുക്ക് തൊട്ടറിയാൻ പറ്റില്ല. ട്രീറ്റ്മെൻറ്റ് തൊട്ടറിയാൻ പറ്റുമോ? ഇല്ല. ക്യൂർ ആകും. ഹെയർ കട്ട് തൊട്ടറിയാൻ പറ്റും, മുടി വെട്ടി കളഞ്ഞത് തൊട്ടറിയാൻ പറ്റുമോ? ഇല്ല. റിപ്പയർസ് അറിയാൻ പറ്റില്ല, മെയിൻ്റനൻസ് പറ്റത്തില്ല. ദീസ് ആർ ഇൻടാഞ്ചിബിൾ പ്രൊഡക്ട്സ് ആൻഡ് ദീസ് ആർ ഓൾവേസ് സർവീസസ് മിക്കവാറും ഇൻടാഞ്ചിബിൾ ആയിരിക്കും, ഇൻസെപ്പറബിൾ ആയിരിക്കും, വേരിയബിൾ ആയിരിക്കും ആൻഡ് ഓൾസോ പെരിഷബിൾ. ഓക്കെ, ദിസ് ഈസ് എ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടാഞ്ചിബിലിറ്റി. ഇനി നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഓൺ ദ ബേസിസ് ഓഫ് പേർപ്പസ് ഓഫ് പർച്ചേസ്. എന്തിനാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങിയിരിക്കുന്നത്? പേർപ്പസ് ഓഫ് പർച്ചേസ് എന്തെന്ന് വെച്ച് നമുക്ക് 2 രീതി ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കൺസ്യൂമർ ഗുഡ്സ്. എന്താണ് കൺസ്യൂമർ ഗുഡ്സ്? ദീസ് ആർ ദ ഗുഡ്സ് പർച്ചേസ് ഫോർ ഫൈനൽ കൺസപ്ഷൻ. കൺസപ്ഷന് വേണ്ടി ഡയറക്റ്റ്ലി നമ്മൾ വാങ്ങുന്ന ഗുഡ്സിനെ നമ്മൾ കൺസ്യൂമർ ഗുഡ്സ് എന്ന് പറയും. അപ്പോൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്തായിരിക്കും? വേറൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയലായിട്ട് ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയായിരിക്കും. ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസിൻ്റെ പർച്ചേസ് ഇല്ലേ, അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ് എന്ന് പറയുക. സോ ഫസ്റ്റ് വി ക്യാൻ മൂവ് ഇൻ ടു ദ കൺസ്യൂമർ ഗുഡ്സ്. കൺസ്യൂമർ ഗുഡ്സിനെ തന്നെ നമുക്ക് നമ്മുടെ കൺസ്യൂമറുടെ ബൈയിങ് ബിഹേവിയർ വെച്ച് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ദേ ആർ 4 ടൈപ്സ്. ദാറ്റ് ഈസ് കൺവീനിയൻറ്റ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആൻഡ് അൺസോൾഡ് ഗുഡ്സ്. ഇങ്ങനെ 4 ക്ലാസിഫിക്കേഷൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് കൺവീനിയൻറ്റ് ഗുഡ്സ്. എന്താണ് കൺവീനിയൻറ്റ് ഗുഡ്സ്? These are goods
bought frequently and immediately by the consumers with minimum shopping efforts. അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന പ്രൊഡക്ട്സിനെ ആയിരിക്കും കൺവീനിയൻറ്റ് ഗുഡ്സ്. ആ വാക്കിൽ നിന്ന് തന്നെ മനസ്സിലാവും കൺവീനിയൻസ് ബേസ് ചെയ്തിട്ടുള്ളത്. വലിയ ഷോപ്പിംഗ് എഫേർട്സ് ഒന്നുമില്ല. നോർമലി വാങ്ങുന്ന ഗുഡ്സൊക്കെ, ഒരു സോപ്പ് വാങ്ങാനോ ഒരു ടൂത്ത് പേസ്റ്റ് വാങ്ങാനൊന്നും നമ്മൾ കുറേ ആലോചിക്കുകയൊന്നുമില്ല. നേരെ പോയി ഒരു സോപ്പും ടൂത്ത് പേസ്റ്റൊക്കെ എടുക്കും. ദർ ഇസ് നോ ഷോപ്പിംഗ് എഫേർട്ട്. സച്ച് ഗുഡ്സ് ആർ കോൾഡ് കൺവീനിയൻറ്റ് ഗുഡ്സ്. ഫോർ എക്സാമ്പിൾ ഗ്രോസറി, ന്യൂസ് പേപ്പർ, സോപ്പ്, സിഗരറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൺവീനിയൻറ്റ് ഗുഡ്സിൽ വരുന്നത്. ഇൻ വിച്ച് വി ക്യാൻ സേ സ്റ്റേബിൾ ഗുഡ്സ് ആക്കാം. സ്റ്റേബിൾ ഗുഡ്സിന് റെഗുലർലി കഴിക്കുന്ന ഗുഡ്സ്. അതുപോലെ ഇമ്പൾസ് ഗുഡ്സ് എന്ന് വെച്ചാൽ പെട്ടെന്നൊരു ആഗ്രഹം തോന്നിയിട്ട് വാങ്ങുന്ന ഗുഡ്സ്. അതുപോലെ എമർജൻസി ഗുഡ്സ്, മരുന്നുകളൊന്നും നമ്മൾ പിന്നെ നമുക്ക് എഴുതി തരുന്ന എന്തോ അത് വാങ്ങും. ദീസ് ആർ ദി കൺവീനിയൻറ്റ് ഗുഡ്സ്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഈസ് ഷോപ്പിംഗ് ഗുഡ്സ്. എന്താണ് ഷോപ്പിംഗ് ഗുഡ്സ്? These are goods purchased after a comparative analysis of the quality, price, brand and warranty, etc. of the competitive products. ആ വാക്കിൽ നിന്നാണ് ഷോപ്പിംഗ് ഗുഡ്സ്. ഷോപ്പിങ്ങിന് കുറച്ച് എഫേർട്ട് വേണ്ടി വരുന്നൊരു ഗുഡ്സ് ആയിരിക്കും ഷോപ്പിംഗ് ഗുഡ്സ്. അതെപ്പോഴും നമ്മൾ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇതേപോലത്തെ ഇപ്പോൾ ഒരു കമ്പനിയുടെ നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് കമ്പനിയിൽ ഇതേ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇവരും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നൊക്കെ ഒരു സ്റ്റഡി നടത്തിയിട്ട്, ഒരു മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ട് നമ്മൾ വാങ്ങുന്ന ഗുഡ്സ് ഉണ്ടാവും. അവരുടെ പ്രൈസ് നോക്കും, ബ്രാൻഡ് നോക്കും, വാറൻറ്റി നോക്കും, ക്വാളിറ്റി നോക്കും. ഇങ്ങനെ പല ക്രൈറ്റീരിയാസ് നോക്കിയിട്ട് ഏറ്റവും ബെസ്റ്റ് ഒരു ഗുഡ് നമ്മൾ സെലക്ട് ചെയ്യും. അങ്ങനെ ചെയ്യുന്ന ഗുഡ്സിനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പലതുമായിട്ട് കമ്പയർ ചെയ്ത് അവസാനം നല്ലത് വാങ്ങുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഷോപ്പിംഗ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഫർണിച്ചർ വാങ്ങുന്നു, ഒരു ടെലിവിഷൻ വാങ്ങുന്നു എന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങുന്നു. ഒരു കാറെന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി നേരെ പോയിട്ടൊരു കാറ് സെലക്ട് ചെയ്യല്ല. പല കമ്പനിയുടെ കാറുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യും. എന്നിട്ട് ഏതിനാണ് പ്രൈസ് കൂടുതൽ, ഏതിനാണ് സർവീസ് കൂടുതൽ, ഏതായിരിക്കും ആൾക്കാരിൽ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെ പല ഫീച്ചേഴ്സ് നോക്കിയിട്ടായിരിക്കും നമ്മൾ ഗുഡ്സ് വാങ്ങുന്നത്. അങ്ങനത്തെ ഗുഡ്സാണ് ഷോപ്പിംഗ് ഗുഡ്സ്. Next one is specialty goods. Specialty goods എന്താ? These are the goods that are unique in nature and hold special importance to the consumer. കൺസ്യൂമറിന് സ്പെഷ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഗുഡ്സ് ആയിരിക്കും സ്പെഷ്യാലിറ്റി ഗുഡ്സ്. അത് നോർമലി എന്തായിരിക്കും? ജ്വല്ലറി, കാസ്, അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ സ്ട്രോങ് ഐഡൻറ്റിഫിക്കേഷൻ, ഒരു ഇൻട്രസ്റ്റിന് ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഗുഡ്സൊക്കെ വാങ്ങുന്നത്, അല്ലേ? ജ്വല്ലറി, കാറൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര സ്പെഷ്യൽ ഗുഡ്സാണ്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് അൺസോൾഡ് ഗുഡ്സ്. These are the goods that the consumers do not know about or do not normally think of buying. വാങ്ങണമെന്നേ ചിന്തിക്കാത്ത കുറച്ച് ഗുഡ്സ് ഉണ്ടാവും. അങ്ങനെയുള്ള ഗുഡ്സിനെയാണ് അൺസോൾഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻഷുറൻസ്, ഒരിക്കലും നമ്മൾ ആഗ്രഹിച്ചിട്ടല്ല ഇൻഷുറൻസ് വാങ്ങുന്നത്, അല്ലേ? ലൈഫ് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത് നമ്മളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു ഗുഡാണ് മോസ്റ്റ് കേസസ്. എന്ന് വെച്ചാൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ റിലേറ്റീവ്സിന് കിട്ടുന്ന പൈസ, ആരെങ്കിലും മരിക്കണമെന്ന് ആഗ്രഹിക്കുമോ? ഇല്ല. അതുകൊണ്ട് നമ്മളൊരിക്കലും ആഗ്രഹിക്കാത്തതോ നമ്മൾ വാങ്ങണമെന്ന് ചിന്തിക്കാത്തതോ ആയിട്ടുള്ള ഗുഡ്സാണ് ഇതിൽ പെടുന്നത്. അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീംസൊക്കെ നമ്മൾ വാങ്ങണം എന്ന് നമ്മൾ ചിന്തിക്കണമല്ല, ബാക്കിയുള്ളവർ കൊണ്ടുവന്ന് നമ്മളെ അത് കൺവിൻസ് ചെയ്തിട്ടാണ് അത് വാങ്ങിപ്പിക്കുന്നത്. സച്ച് ആർ കോൾഡ് അൺസോൾഡ് ഗുഡ്സ്. ആൻഡ് സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ, കൺസ്യൂമർ ഗുഡ്സിൻ്റെ കൂടുതലുള്ള നെക്സ്റ്റ് ക്ലാസിഫിക്കേഷനായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് പറഞ്ഞു. ദേ ആർ ദ ഗുഡ്സ് പർച്ചേസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ്, ഓർഗനൈസേഷൻ ഫോർ ഫർദർ പ്രോസസ്സിങ് ഓർ ഫോർ ദ യൂസിങ് ബിസിനസ്. വേറൊരു ബിസിനസ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഗുഡ്സാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ ഗുഡ്സിൽ വരുന്നത്. ദിസ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസിസ് ഓഫ് purpose of purchase. അങ്ങനെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു, ഓൺ ദ ബേസ് ഓഫ് ടാഞ്ചിബിലിറ്റി ആൻഡ് ഓൺ ദ ബേസിസ് ഓഫ് പർപ്പസ് ഓഫ് പർച്ചേസ്. ഓൺ ദ ബേസ് ഓഫ് ടാഞ്ചിബിലിറ്റി രണ്ട് ടൈപ്സ് പറഞ്ഞു, ടാഞ്ചിബിൾ, ഇൻടാഞ്ചിബിൾ. അതിൽ ടാഞ്ചിബിൾ തന്നെ ഡ്യൂറബിൾ, നോൺ ഡ്യൂറബിൾ പറഞ്ഞു. ഇൻടാഞ്ചിബിൾ ഗുഡ്സിന് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ദാറ്റ് ഈസ് മെയിൻലി സർവീസസ് എന്ന് പറഞ്ഞു. ഓൺ ദ ബേസ് ഓഫ് പർപ്പസ് ഓഫ് പർച്ചേസ് വെച്ച് ടു ടൈപ്സ്, കൺസ്യൂമർ ഗുഡ്സ് ആൻഡ് ഇൻഡസ്ട്രിയൽ ഗുഡ്സ്. ഓഫ് ദ കൺസ്യൂമർ ഗുഡ്സ് ദർ ആർ കൺവീനിയൻറ്റ് ഗുഡ്സ്, ഷോപ്പിംഗ് ഗുഡ്സ്, സ്പെഷ്യാലിറ്റി ഗുഡ്സ് ആൻഡ് അൺസോൾഡ് ഗുഡ്സ്. ഇതിൻ്റെയൊക്കെ ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കണം എന്താണിത് എന്നുള്ളത്. സോ ഇന്നത്തെ അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ വെക്കേണ്ടത് ക്ലാസിഫിക്കേഷൻ ഓഫ് പ്രൊഡക്ട്സ് ആയിരിക്കും. ഏത് ബേസിസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ടു ബി ഡിസ്കസ്, ഇതായിരിക്കും അസൈൻമെൻറ്റ്. ഓക്കെ, നൗ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ, പ്രൊഡക്റ്റ് ലൈൻ. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എന്താണെന്ന് പഠിച്ചു, ഇനി പ്രൊഡക്റ്റ് ലൈൻ എന്തെന്ന് പഠിക്കുക. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്താ വരുന്നത്? ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് പ്രൊഡക്റ്റ് that are closely related either because they satisfy a class of needs or are sold to the same customer group
or fall within given price range. പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അതെല്ലാം ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഗുഡ്സുകളായിരിക്കും, അതല്ലെങ്കിൽ ഇതെല്ലാം ഒരേ ടൈപ്പ് നീഡിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഗുഡ്സ് ആയിരിക്കും, അതും അല്ലെങ്കിൽ ഇതെല്ലാം ഒരു കസ്റ്റമർ ഗ്രൂപ്പിന് പെടുന്ന ഗുഡ്സ് ആയിരിക്കും, അതും അല്ലെങ്കിൽ ഇത് ഒരേ പ്രൈസ് റേഞ്ചിൽ പെടുന്ന ഗുഡ്സ് ആയിരിക്കും. ഇതെന്നാൽ ലൈൻ ഒരേപോലത്തെ, ഒന്നെങ്കിൽ കസ്റ്റമർ ബേസ് അല്ലെങ്കിൽ ക്ലോസ്ലി റിലേറ്റഡ്, അതർവൈസ് പ്രൈസ്, അതർവൈസ് നീഡ്. ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറയുന്നതിനെയാണ് പ്രൊഡക്റ്റ് ലൈൻ എന്ന് പറയുന്നത്. സോ ഇതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് കൊടക് ക്യാമറ അല്ലെങ്കിൽ നോൺ ഫുഡ് പ്രൊഡക്റ്റ് ലൈൻ. ബേബീസിന് വേണ്ടി പല ടൈപ്പിലുള്ള ഫുഡുണ്ട് ഇല്ലേ, അതെല്ലാം കൂടെ പെടുന്നത് പ്രൊഡക്റ്റ് ലൈനിലായിരിക്കും. സോ ഇതിൻ്റെ പർപ്പസ് എന്താണ്, എന്തിനാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടാക്കുന്നത്? ടു ഇൻക്രീസ് അപ്സെല്ലിങ്. ദാറ്റ് ഈസ് വീഡിയോകോണിന് പല TV മോഡൽസ് ഉണ്ട് ഇല്ലേ, അപ്പം ഈ സെല്ലിങ് കൂട്ടാൻ വേണ്ടി ഒരു പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യും, അതിന് വേണ്ടിയിട്ടാണ് ഒരു പർപ്പസ്. സെക്കൻഡ് വൺ, ടു ഫെസിലിറ്റേറ്റ് ക്രോസ് സെല്ലിങ്. ക്രോസ് സെല്ലിങ്ങിൽ സാംസങ് സെൽസ് പ്രിൻറ്റേഴ്സ് ആസ് വെൽ ആസ് കമ്പ്യൂട്ടേഴ്സ്. സാംസങ് എന്ന് പറയുമ്പോൾ സാംസങ്ങിൻ്റെ കമ്പ്യൂട്ടർ ഉണ്ട്, അപ്പോൾ കമ്പ്യൂട്ടർ വാങ്ങുന്ന ഒരാളോട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുക, സാറേ സാംസങ്ങിൻ്റെ പ്രിൻറ്ററും ഉണ്ട്. ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ക്രോസ് സെല്ലിങ്. വി ആർ ഗിവിങ് വൺ പ്രൊഡക്റ്റ് അസിസ്റ്റിംഗ് ദ അതർ പ്രൊഡക്റ്റിൻ്റെ കൂടെ ഇതും കൂടെ വന്നാൽ നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് അതുപോലത്തെ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറൊരു പ്രൊഡക്റ്റും കൂടെ നമ്മൾ കസ്റ്റമറിനെ കൊണ്ട് വാങ്ങിപ്പിക്കുന്നു. ദാറ്റ് ഈസ് ക്രോസ് സെല്ലിങ്. ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് പ്രൊഡക്റ്റ് ലൈൻ. അപ്പോൾ ഒരേ കമ്പനിയുടെ തന്നെ വേറെ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നുകൊണ്ടല്ലേ വിൽക്കാൻ പറ്റിയത്. ദാറ്റ് ഈസ് ദ പർപ്പസ്. ആൻഡ് ദ തേർഡ് വൺ, ടു പ്രൊട്ടക്റ്റ് അഗെയിൻസ്റ്റ് എക്കണോമിക് അപ്സ് ആൻഡ് ഡൗൺസ്. എക്കണോമിയുടെ അപ്സ് ആൻഡ് ഡൗൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഇത് യൂസ് ചെയ്യും. വാട്ട്? പ്രൊഡക്റ്റ് ലൈൻ. ഓക്കെ, ദീസ് ആർ ദ 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് ക്രിയേറ്റിംഗ് എ പ്രൊഡക്റ്റ് ലൈൻ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇപ്പോൾ നോക്കിയൊരു പ്രൊഡക്റ്റ് ലൈൻ ഭയങ്കര ലോങ് ആണ്. കുറേ പ്രൊഡക്റ്റ് ലൈൻ ഉണ്ടെങ്കിൽ ഇറ്റ് മീൻസ് ദേ ആർ ഹാവിങ് ഹൈ മാർക്കറ്റ് ഷെയർ. കുറേ പ്രൊഡക്റ്റ് ഒരേപോലത്തെ കുറേ റേഞ്ച് പ്രൊഡക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവർ എന്ന കമ്പനി നോക്കുകയാണെങ്കിൽ അവരുടെ കീഴിൽ കുറേ ടൈപ്പ് ഉണ്ട്. കോസ്മെറ്റിക്സ് ഉണ്ട്, മെഡിസിനലുണ്ട്, അങ്ങനെ പല റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആണുള്ളത്. സോ ദേ വിൽ ബി ഹാവിങ് ഹയർ മാർക്കറ്റ് ഷെയർ. ഓക്കെ, ആൻഡ് ഹൈ പ്രോഫിറ്റബിലിറ്റി ഉള്ള പ്രൊഡക്ട്സുകളില്ലേ, അവർക്കൊക്കെ ഷോർട്ട് പ്രൊഡക്റ്റ് ലൈൻസ് ആയിരിക്കും. പ്രോഫിറ്റബിലിറ്റി കൂടണമെങ്കിൽ പ്രൊഡക്റ്റ് ലൈൻസ് ചെറുതായിരിക്കണം. These are the 2 concepts in the product line. So, moving on to product line expansion അല്ലെങ്കിൽ diversification എന്ന് പറയാം. എന്താ product line expansion? It is done by adding new products in the existing product line. ഒരു പ്രൊഡക്റ്റ് ലൈൻ ഉണ്ട്, എന്നാൽ അതിലേക്ക് പുതിയ പ്രൊഡക്ട്സിനെയും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. എക്സ്പാൻഡ് ചെയ്തെടുക്കുക പ്രൊഡക്റ്റ് ലൈനിനെ. സോ ദർ ഇസ് സം ഓഫ് ദ റീസൺസ്. ഇങ്ങനെ ന്യൂ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് കാരണങ്ങളുണ്ട്. എന്തിനൊക്കെയാണ്? ടു എക്സസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ. കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ is the most important simple factor leading to product line diversification. Product line diversification വേണ്ടിയിട്ടുള്ള മെയിൻ ഫാക്ടർ ആയിട്ട് പറയുന്നത് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ എക്സസ് ആയതുകൊണ്ട്. That is one of the reasons. Utilization of excess capacity leads to production of new products at a lower cost than the cost of new product produced by a new company. ഒരു പുതിയ കമ്പനി ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിലും ലോ കോസ്റ്റിൽ നോർമൽ കണ്ടിന്യൂസ് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു യൂണിറ്റിൽ ഉണ്ടാക്കാൻ പറ്റും. ദാറ്റ് ഈസ് വൺ ഓഫ് ദ പേർപ്പസ്. അങ്ങനെ നമുക്ക് പുതിയൊരു ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് കിട്ടും, അത് നമുക്ക് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. സെക്കൻഡ് വൺ ഈസ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ്. ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ മെയിൻ എയിം മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും. സോ ഇഫ് ഇറ്റ് ഈസ് ഡൺ അലോങ് വിത്ത് അതർ വൺ, ദ കോസ്റ്റ് വിൽ ബി റെഡ്യൂസ്. ദാറ്റ് ഈസ് it is one of the function or reasons for the product line expansion. Next, as response to the change. എപ്പോഴും പ്രൊഡക്റ്റ് ഇങ്ങനെ മാറ്റി കൊണ്ടുവരണമെന്നായിരിക്കും കമ്പനിയുടെ പ്ലാൻ. ആ പ്ലാനിനനുസരിച്ച് വർക്ക് ചെയ്യാൻ, ദാറ്റ് ഈസ് ചേഞ്ചസ് ഇൻഎവിറ്റബിൾ, ചേഞ്ചസ് വേണം. അതിന് വേണ്ടിയിട്ടും നമുക്ക് പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഡ് ചെയ്യാം. ആസ് റെസ്പോണ്ട് ടു റെസ്ട്രിക്റ്റീവ് ഗവൺമെൻറ് റെഗുലേഷൻസ്. ചില ഗവൺമെൻറ് റെഗുലേഷൻസ് എല്ലാം നമ്മളുടെ പ്രൊഡക്റ്റിന് ഉള്ള പ്രൊഡക്റ്റ് ലൈനിനെ ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന കമ്പനികൾക്ക് നെഗറ്റീവ് എഫേർട്ട് ഉണ്ടാവും.
So in that case, if we are diversifying or expanding the product line itself, the government can't interfere into our business. അപ്പം ഇങ്ങനെയുള്ള 4 റീസൺസ് കൊണ്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഡ് ചെയ്യുന്നത്. കൂടാതെ എക്സസ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഉണ്ട്, സോ വി ക്യാൻ പ്രൊഡ്യൂസ് മോർ, ആൻഡ് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് എന്ന എയിം വെച്ചിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ആസ് റെസ്പോൺസ് ടു ദ ചേഞ്ച് ഫോർ ദ ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ ഡേ ബൈ ഡേ വി വോണ്ട് ടു expand the product line. And last one, as a response to the restrictive government regulation, government is having some restrictions, so adellam onnu avoid cheyan vendittum we can add on new product in the product line. Similarly, there are different types of or that kinds of expansion. അതെങ്ങനെയാ? product having sharing a common base ഉള്ള ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. That is, for example, a sugar industry can diversify to paper products. Sugar industry in paper products ഉണ്ടാക്കാൻ പറ്റും because they are using the same thing, common base ഉള്ള പ്രൊഡക്റ്റിൽ. Second one, products of related industries. That is, for example, a computer manufacturing company can produce toner which can be used as a complementary product for the computer. അതാണ് റിലേറ്റഡ് ഇൻഡസ്ട്രി. അതേപോലെ അൺറിലേറ്റഡ് ഇൻഡസ്ട്രീസ് ഉണ്ടാവും. ദാറ്റ് ഈസ് ദ HMT എന്ന് പറയുന്ന കമ്പനി, വാച്ചസ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. സിമിലർലി ദേ ആർ പ്രൊഡ്യൂസിങ് ഇലക്ട്രിക്കൽ ലാംപ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ ദീസ് ആർ ദി 3 kinds of diversification: product sharing and common base, product of related industry, products of unrelated industry. ഇതാണ് 3 kinds of product line expansion. Okay. So now we can move into, ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ എന്തെന്ന് പറഞ്ഞു, പ്രൊഡക്റ്റ് മിക്സ് എന്തെന്ന് പറഞ്ഞു, വാട്ട് ഇസ് പ്രൊഡക്റ്റ് പറഞ്ഞു. Now we are moving to product modification. എന്താണ് പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ? From the word we can understand, it's a process of making improvement in the existing product by changing its quality, size, form or design. അതിൻ്റെ സൈസോ ക്വാളിറ്റിയോ ഫോമോ ഡിസൈനോ മാറ്റി ഒരു പ്രൊഡക്റ്റിനെ ചേഞ്ച് ചെയ്തെടുക്കുന്നത്, മോഡിഫൈ ചെയ്തെടുക്കുന്നതിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ടു ഇൻക്രീസ് സെയിൽസ് ഓർ അട്രാക്ട് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് പ്രൊഡക്റ്റ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റുക. സിമിലർലി ടു സാറ്റിസ്ഫൈങ് ദ അഡീഷണൽ നീഡ്സ് ഓഫ് ബയർ. ചിലപ്പോൾ ഒരു ബയറിന് ഒരു പുതിയ ആവശ്യം വരുന്നു, ആ ആവശ്യത്തിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ വരുന്ന ഒരു പ്രോസസ്സാണ് പ്രൊഡക്റ്റ് മോഡിഫിക്കേഷൻ. ഓക്കെ, ഇപ്പം നമുക്ക് കൂടുതൽ കമ്പ്യൂട്ടേഴ്സിൻ്റെ യൂസ് കൂടുന്നു, അതുപോലെ മൊബൈൽസിൻ്റെ യൂസ് കൂടുന്നു. സോ we are changing into some of the new technologies in the computers and the phones to attract the customers with the new quality or the changed form or changed design. Okay, next, upgrading or low grading the quality of a product. നമുക്ക് ഒരു പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അപ്ഗ്രേഡും ചെയ്യാം, ലോ ഗ്രേഡും ചെയ്യാം by product modification. Next one, making it attractive for the people to buy the product. Next, meeting customer demand and social responsibility. We can also meet the customer demand and do social responsibility with the product modification. These are the main things to be discussed in the product modification. So, അപ്പോൾ മോഡിഫിക്കേഷൻ നമ്മൾ എന്താണെന്ന് കണ്ടു. ഇനി സം ഓഫ് ദ ടേംസ് റിലേറ്റഡ്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും നമ്മൾ അതിൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിക്കേണ്ട കുറച്ച് ടേംസും കൂടെയുണ്ട്. ദാറ്റ് ഈസ് first one, product elimination. What is product elimination? Withdrawal of a product from the market. ഒരു മാർക്കറ്റിൽ നിന്ന് ഒരു പ്രൊഡക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്നതിനെയാണ് പ്രൊഡക്റ്റ് എലിമിനേഷൻ എന്ന് പറയുന്നത്. സിമിലർലി വാട്ട് ഇസ് പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ. നേരത്തെ നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ എക്സ്പാൻഷൻ പഠിച്ചു, ദാറ്റ് ഇസ് ഡൈവേഴ്സിഫിക്കേഷൻ. സോ പ്രൊഡക്റ്റ് ലൈൻ കോൺട്രാക്ഷൻ ഇസ് കോൾഡ് സിംപ്ലിഫിക്കേഷൻ. ദാറ്റ് ഇസ് അവോയ്ഡിങ് ഓർ സ്റ്റോപ്പിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഫ്രം ദ പ്രൊഡക്റ്റ് ലൈൻ. ഒരു പ്രൊഡക്റ്റ് ലൈനിലുണ്ടായിരുന്ന കുറച്ചോ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റിനെ നമ്മൾ നിർത്തുന്നു. We are avoiding or stopping the production. It is called product simplification. Okay. Next one, product warranty. What is warranty? It is a collateral agreement. Warranty എന്ന് പറയുമ്പോൾ collateral agreement ആണ്. It is an obligation of the producer and seller to stand behind the product and assure the buyer that he will derive certain services and satisfaction from the product. നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിനെ ബയറിലെത്തുമ്പോൾ ബയറിനൊരു ഉറപ്പ് കൊടുക്കുക, നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിൽ നിന്ന് ഫുൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടും എന്നത് നമ്മൾ ആ പ്രൊഡക്റ്റിൻ്റെ പുറകിൽ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ് ബയറിന്. ദിറ്റ് ഈസ് കോൾഡ് ദ പ്രൊഡക്റ്റ് വാറണ്ടി. സോ പ്രൊഡക്റ്റ് എലിമിനേഷൻ, പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ ആൻഡ് പ്രൊഡക്റ്റ് വാറണ്ടി ഈസ് ഡിസ്കസ്ഡ്.
സോ ഇത് വളരെ സിമ്പിളായിട്ടുള്ള പോർഷൻ ആയതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നോട് ഡൗട്ട്സ് ചോദിക്കാവുന്നതാണ് ആഫ്റ്റർ ദ ലെക്ചർ. ഓക്കെ, എല്ലാവരും മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, സോ നമ്മൾ പ്രൊഡക്റ്റ് സിംപ്ലിഫിക്കേഷൻ പറഞ്ഞു, വാറണ്ടി പറഞ്ഞു, പ്രൊഡക്റ്റ് എലിമിനേഷൻ പറഞ്ഞു. നൗ വി ആർ മൂവിങ് ടു പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ. എന്താണ് പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് സംതിങ് ന്യൂ ആസ് എറ്റ് അൺനോൺ ആൻഡ് നോട്ട് ഇൻ എക്സിസ്റ്റൻസ് വിച്ച് will establish a new economic configuration out of the non-existing element. ഇന്നൊവേഷൻ എന്ന് പറഞ്ഞാൽ പുതുതായി കണ്ടുപിടിക്കുന്നതിനെ. അപ്പോൾ ഇതുവരെ ഇല്ലാത്ത എന്തോ ഒന്നിനെ നമ്മൾ പുതുതായി കണ്ടുപിടിക്കുന്നു, ഒരു പ്രൊഡക്റ്റിനെ പുതുതായി കണ്ടുപിടിക്കുന്നു. വിച്ച് വിൽ എക്സ്റ്റാബ്ലിഷ് എ ന്യൂ കോൺഫിഗറേഷൻ, ഒരു എക്കണോമിക് കോൺഫിഗറേഷൻ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ കണ്ടുപിടിക്കുന്നു. അതിനെയാണ് പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ എന്ന് പറയുന്നത്. ഇതിന് പല പല ഫാക്ടേഴ്സ് ഉണ്ട്. വാട്ട് എന്തുകൊണ്ടാണ് പ്രൊഡക്റ്റ് ഇന്നൊവേറ്റ് ചെയ്യുന്നത്? മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച്. ചിലപ്പോൾ മാർക്കറ്റിലെ നമ്മുടെ കസ്റ്റമറിൻ്റെ നീഡ്സ് മാറിക്കൊണ്ടിരിക്കും, അവർക്ക് ഡിമാൻഡ്സ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് മാർക്കറ്റ് പ്രൊഡക്റ്റ് ഇന്നൊവേറ്റ് ചെയ്യണം. ദാറ്റ് വിൽ ബി ദ ഫസ്റ്റ് കേസ്. സെക്കൻഡ് വൺ, ചേഞ്ച് ഇൻ ടെക്നോളജി. ടെക്നോളജിക്കൽ ചേഞ്ചസ് കാരണം ടെക്നോളജി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുക, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ പ്രൊഡക്റ്റ് മാറേണ്ടി വരും. നെക്സ്റ്റ്, പ്രോഫിറ്റ്ലെസ് പ്രൈസ് കോമ്പറ്റീഷൻ. വേറെ നമ്മുടെ അതേ പ്രൊഡക്റ്റിൻ്റെ രീതിയിലുള്ളൊരു പ്രൊഡക്റ്റിന് മാർക്കറ്റിൽ പ്രൈസ് കോമ്പറ്റീഷൻ വരുന്നു, വേറൊരു കമ്പനി കുറച്ചുകൂടെ വില കുറച്ച് വിൽക്കുന്നു. സോ വി വിൽ ചേഞ്ച് അവർ പ്രൊഡക്റ്റ്. നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഇന്നൊവേറ്റ് ചെയ്തിട്ട് ദാറ്റ് വിൽ നോട്ട് ബി എക്സിസ്റ്റിംഗ് ഇൻ എനി അതർ ഫേം ഓർ ഇൻഡസ്ട്രി. അങ്ങനെയുള്ള ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ ആൻഡ് ബിക്കോസ് ഓഫ് പ്രൈസ് കോമ്പറ്റീഷൻ. പ്രോഫിറ്റ്ലെസ് ആയിട്ടുള്ള പ്രൈസ് കോമ്പറ്റീഷനെ എതിർക്കാൻ വേണ്ടി. ദീസ് ആർ ദ ത്രീ ഫാക്ടേഴ്സ്. വാട്ട് ആർ ദേ? മാർക്കറ്റ് ചേഞ്ചസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് ആൻഡ് പ്രൈസ് കോമ്പറ്റീഷൻ. ഓക്കെ, ഇനി ഇതിന് ഈ പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ തന്നെ പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. വാട്ട് ആർ ദേ? ഫസ്റ്റ് വൺ, മാർക്കറ്റ് പെനട്രേഷൻ. മാർക്കറ്റ് പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് സെയിൽസ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റ് ഇൻ ദ എക്സിസ്റ്റിംഗ് മാർക്കറ്റ് ബൈ സെല്ലിംഗ് more to the present customer or new customers. Here a low price is offered and thereby sales is increased by attracting new customers or customers from rival groups. പ്രൊഡക്റ്റ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി. നമ്മൾ ഒരു പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചു, ഇനി ഇത് ആൾക്കാരിലേക്ക് എത്തിക്കണം. ദാറ്റ് ഈസ് അവർ മെയിൻ എയിം. അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ മാർക്കറ്റ് പെനട്രേഷൻ ചെയ്യും. കുറഞ്ഞ പ്രൈസിൽ അങ്ങ് പ്രൊഡക്റ്റ് അങ്ങ് ഇറക്കും. സോ മെനി പീപ്പിൾ വിൽ ട്രൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. ആ ട്രയലിൽ നമുക്ക് റെഡിയായി കിട്ടിക്കഴിഞ്ഞാൽ ദർ ഇസ് നോ മോർ ഇഷ്യൂസ്. ദാറ്റ് ഈസ് മാർക്കറ്റ് പെനട്രേഷൻ. നമ്മൾ ലോ പ്രൈസിലായിട്ട് വിൽക്കും ആ പ്രൊഡക്റ്റിനെ. അതല്ലെങ്കിൽ നമ്മൾ സിമിലർ നമുക്കുള്ള പ്രസൻറ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ന്യൂ കസ്റ്റമേഴ്സിന് എക്സിസ്റ്റിംഗ് മാർക്കറ്റിൽ കൂടുതൽ വിൽക്കും. ദാറ്റ് ഈസ് മാർക്കറ്റ് പെനട്രേഷൻ. സെക്കൻഡ് വൺ, മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. എ പ്രസൻറ്റ് പ്രൊഡക്റ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ടു എ ന്യൂ മാർക്കറ്റ് ഓർ സെഗ്മെൻറ്റ്. ഒരു പുതിയ പ്രൊഡക്റ്റിനെ നമ്മൾ ന്യൂ മാർക്കറ്റിലെ സെഗ്മെൻറ്റിൽ കൊടുക്കുന്നു. ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് ന്യൂ മാർക്കറ്റ്സ് ബൈ ഡിസ്കവറിങ് ന്യൂ ആപ്ലിക്കേഷൻ ഫോർ എക്സിസ്റ്റിംഗ് ഗുഡ്സ്. എക്സിസ്റ്റിംഗ് ഗുഡ്സിന് ന്യൂ ആപ്ലിക്കേഷൻസ് മനസ്സിലാക്കാനാണ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. ഓക്കെ, ഇപ്പം മിനി ബസ് പണ്ട് ട്രാവലിങ്ങിന് യൂസ് ചെയ്തിരുന്നു, ബട്ട് നൗ ഇറ്റ്സ് ഓൾസോ യൂസ് ഫോർ ക്യാരിയിങ് ഗുഡ്സ്. സോ ദർ ഇസ് മാർക്കറ്റ് ഡെവലപ്മെൻറ്റ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദി അനദർ ഇന്നോവേറ്റീവ് സ്ട്രാറ്റജി. നെക്സ്റ്റ് വൺ, പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. എന്താണ് പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്? It occurs when a firm introduces new product in the market in which it is well established ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഒരു ഫേമിൻ്റെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്ട്സ് ഇൻ ദി പ്രസൻറ്റ് മാർക്കറ്റ്. ഡിറ്റർജൻറ്റ്സ് ആർ നൗ യൂസ് ഫോർ ക്ലീനിങ് ഫ്ലോർസ്, ടോയ്ലറ്റ്സ് എക്സെട്ര. ഒരു പ്രൊഡക്റ്റിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുക. എങ്ങനെയാണ് വരുന്നത്? ഡിറ്റർജൻറ്റ്സ് പണ്ട് യൂസ് ചെയ്തിരുന്ന പോലെയല്ല ഇപ്പോൾ യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് യൂസ് ഫോർ ക്ലീനിങ് ആൻഡ് ഓൾസോ ഇൻ ടോയ്ലറ്റ്സ്. ദിസ് ഈസ് എ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ് വൺ, ഡൈവേഴ്സിഫിക്കേഷൻ. Diversification occurs when a firm seeks to enter into a new market with a completely new product. ഒരു ന്യൂ പ്രൊഡക്റ്റുമായിട്ടൊരു മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിനാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. സച്ച് എ ഫേം ഹാസ് ഐദർ മാർക്കറ്റ് എക്സ്പെർട്ടൈസ്, നോ പ്രൊഡക്റ്റ് നോളജ്. അങ്ങനെയുള്ളൊരു ഫേം, ഡൈവേഴ്സിഫിക്കേഷന് തയ്യാറാക്കുന്ന ഒരു ഫേം എന്ന് പറഞ്ഞാൽ അവർക്കൊരു മാർക്കറ്റ് എക്സ്പെർട്ടൈസും ഉണ്ടാവില്ല, ഒരു പ്രൊഡക്റ്റ് നോളജും ഉണ്ടാവില്ല. ദ ഇന്നോവേഷൻസ് ആർ പ്രൊഡ്യൂസ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ന്യൂ മാർക്കറ്റ്. ദാറ്റ് ഇസ് ദ difference. And the last strategy is the market segmentation.
എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഹെട്രോജീനിയസ് മാർക്കറ്റിനെ പല പല സബ് ഗ്രൂപ്പ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഹോമോജീനിയസ് ഗ്രൂപ്പുകളാക്കും. അതിനെയാണ് മാർക്കറ്റ് സെഗ്മെൻറ്റ് എന്ന് പറയുന്നത്. നേരത്തെ ഡിസ്കസ് ചെയ്തു. അങ്ങനെയുള്ള ഓരോ മാർക്കറ്റ് സെഗ്മെൻറ്റ്സിനും ഡിഫറെൻറ്റ് മാർക്കറ്റിംഗ് മിക്സ് ആയിരിക്കും. സോ ദിസ് ഈസ് വൺ ഓഫ് ദി അനദർ പ്രൊഡക്റ്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജി. ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രൊഡക്റ്റ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക്കുള്ളിൽ. വാട്ട് ആർ ദീസ് ഫാക്ടേഴ്സ് ആൻഡ് ദ സ്ട്രാറ്റജീസ്? ഓക്കെ, moving on to the product mix or product assortment. What is product mix? It is a composite product offered for sale by the firm or a business unit is product mix. Product mix എന്ന് വെച്ചാൽ ഒരു കോമ്പസിറ്റ് പ്രൊഡക്ട്സ്, എന്തൊക്കെ പ്രൊഡക്റ്റ് ഒരു കമ്പനിക്ക് ഓഫർ ചെയ്യാൻ പറ്റും അതിൻ്റെ ഒരു ലിസ്റ്റിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് എന്ന് പറയുന്നത്. അതിലെ ഒരു പ്രൊഡക്റ്റ് ഐറ്റം എന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്പെഷ്യൽ വേർഷനെ നമുക്ക് പ്രൊഡക്റ്റ് ഐറ്റം എന്ന് പറയാം. ഇറ്റ് ഈസ് എ കംപ്ലീറ്റ് ലിസ്റ്റ്. പ്രൊഡക്റ്റ് മിക്സ് കംപ്ലീറ്റ് ലിസ്റ്റാണ്. ഒരു ഫേം തരുന്ന എല്ലാ പ്രൊഡക്റ്റിൻ്റെയും ഒരു കംപ്ലീറ്റ് ലിസ്റ്റ്. ഇപ്പോൾ ജോൺസൺ ആൻഡ് ജോൺസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കീഴിൽ വരുന്ന എല്ലാ പ്രൊഡക്റ്റ്, സോപ്പ്, അതേപോലെ ഇനിയിപ്പോൾ ഫേസ് വാഷ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പെടുന്നതിനെ നമ്മൾ പ്രൊഡക്റ്റ് മിക്സ് ഓർ അസോർട്ട്മെൻറ്റ് എന്ന് പറയും. ദ ഓർഗനൈസേഷൻ ഗോൾസ് ആൻഡ്